ജാസ്മിനും ഗബ്രിയും രാത്രി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടുപേരും ഇപ്പൊ രണ്ട് ടീമിലാണെങ്കിലും രണ്ട് റൂമിലാണെങ്കിലും എപ്പോഴും രണ്ടുപേരും ഒരുമിച്ചായിരിക്കും. മറ്റുള്ളവരൊക്കെ അവരുടേതായിട്ടുള്ള റൂമുകളിൽ കിടക്കുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് മാത്രമേ കിടക്കൂ, ഇരിക്കൂ, സംസാരിക്കൂ. എന്നാൽ രണ്ടുപേർക്കും ഇടയിൽ പെട്ടെന്ന് കടന്നു വരുന്ന റസ്മിനെ കാണാം. റസ്മിനെ കണ്ട ഉടൻ ജാസ്മിൻ റസ്മിനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. റസ്മിൻ പറയുന്നു, ഞാനൊന്ന് ഫ്രഷ് ആവാൻ പോവാ, അത് കഴിഞ്ഞിട്ട് വരാം എന്ന് പറയുന്നു. ജാസ്മിൻ വീണ്ടും പറയുന്നു, അല്ല നീ ഒന്ന് വന്നിട്ട് പോ എന്ന് പറയുന്നു. അങ്ങനെ റസ്മിൻ വന്ന് ജാസ്മിന്റെ അടുത്ത് കിടക്കാണ്. ജാസ്മിന്റെ അടുത്ത് കിടന്നോടെ റസ്മിനെ കടിച്ചു പറിക്കുന്ന ജാസ്മിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗബ്രി തൊട്ടടുത്ത് കിടപ്പുണ്ട്. റസ്മിനെ കടിച്ച് വലിക്കുകയാണ് ജാസ്മിൻ. രണ്ടുപേരുടെയും നടുക്ക് കിടന്ന് പെട്ടുപോയല്ലോ എന്നുള്ളൊരു അവസ്ഥയിലാണ് റസ്മിൻ. എന്തായാലും രണ്ടുപേരെയും കുറിച്ച് പുറത്ത് മോശമായിട്ടാണ് പോകുന്നത്, ജനങ്ങൾക്കിടയിൽ നെഗറ്റീവ് ആണ് എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ അവർ നോർമലൈസ് ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത്. നേരത്തെ നമ്മൾ എല്ലാ എപ്പിസോഡ്സിലും കണ്ടിട്ടുണ്ടാവും ജാസ്മിൻ അങ്ങോട്ട് കടിക്കുന്നതും ഗബ്രി ഇങ്ങോട്ട് കടിക്കുന്നതും. എല്ലാ ഫ്രണ്ട്സും തമ്മിൽ ഇതൊക്കെ ചെയ്യുന്നതാണ് എന്നൊരു ഇമേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തോന്നുന്നുണ്ട്. അതൊന്ന് നോർമലൈസ് ചെയ്ത് പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യാനുള്ള തന്ത്രമാണെന്നാണ് തോന്നുന്നത്.